റേഡിയേഷനുകളെന്ന് കേൾക്കുമ്പോൾ തന്നെ നമ്മുടെ മനസ്സിൽ വലിയ തോതിലുള്ള ഭയം ഉണ്ടാകാനുള്ള പ്രധാനപ്പെട്ട കാരണം ചരിത്രത്തിൽ ഒരുപാട് സംഭവങ്ങൾ അങ്ങനെ ഉണ്ടായി ആളുകൾ കഷ്ടപ്പെട്ടിട്ടുണ്ട് എന്നുള്ളതുകൊണ്ടാണ്. ചെർണോബിലായാലും ഫുക്കുഷിമയായാലും ഹിരോഷിമയിലും നാഗസാക്കിയിലും വീണ ബോംബായാലും ഇത്തരത്തിലുള്ള ഒരുപാട് സംഭവങ്ങൾ എപ്പോഴും ഈ റേഡിയോ ആക്ടിവിറ്റി എന്ന് പറയുന്ന ഭീകരമായ അവസ്ഥയെക്കുറിച്ച് നമ്മളെ ഓർമ്മിപ്പിച്ചുകൊണ്ടിരിക്കും. എന്നിരുന്നാലും ലോകത്തിൽ 400-ലധികം ന്യൂക്ലിയർ പവർ പ്ലാന്റുകൾ പ്രവർത്തിക്കുന്നുണ്ട് എന്നതിൻ്റെ അടിസ്ഥാനത്തിലും ഇപ്പോഴും ലോകരാജ്യങ്ങളുടെ കയ്യിൽ അണുബോംബുകളുണ്ട് എന്നതിൻ്റെ അടിസ്ഥാനത്തിലും നോക്കുമ്പോൾ ഒരു ന്യൂക്ലിയർ എക്സ്പ്ലോഷനോ ഡിസാസ്റ്ററോ വാറോ ഒക്കെ ഉണ്ടാകാനുള്ള സാധ്യത നമ്മുടെ മുന്നിലുണ്ട്. എന്നാൽ ഞാൻ ഇന്നത്തെ എപ്പിസോഡ് സംസാരിക്കാൻ പോകുന്നത് ഒരു ബോംബിനെ കുറിച്ചോ അല്ലെങ്കിൽ ന്യൂക്ലിയർ പവർ പ്ലാന്റിനെ കുറിച്ചോ അല്ല. പകരം നമ്മുടെയൊക്കെ തന്നെ പല ഇൻഡസ്ട്രികളിലും ഉപയോഗിക്കുന്ന റേഡിയേഷൻ പുറത്തുവിടാൻ സാധ്യതയുള്ള രീതിയിൽ നിർമ്മിച്ചിരിക്കുന്ന ഉപകരണങ്ങളെക്കുറിച്ചും അത്തരത്തിലുള്ള ഉപകരണങ്ങൾ ഉണ്ടാക്കുന്ന അപകടത്തെക്കുറിച്ചുമാണ്. 2023 ജനുവരി മാസത്തിൽ ഓസ്ട്രേലിയയുടെ പത്രമാധ്യമങ്ങൾ വളരെയധികം പ്രാധാന്യത്തോടു കൂടി കൊടുത്ത ഒരു വാർത്തയുണ്ടായിരുന്നു. അവിടെ ഒരു മൈനിങ് കമ്പനി ഉപയോഗിച്ചിരുന്ന ഒരു ചെറിയ കോയിൻ സൈസിലുള്ള ഒരു സിലിണ്ടർ കളഞ്ഞു പോവുകയും അതിൻ്റെ ഉള്ളിൽ cesium-137 എന്ന് പറയുന്ന റേഡിയോ ആക്റ്റീവ് പദാർത്ഥം ഉണ്ടായിരുന്നു എന്നുള്ളതുമായിരുന്നു വാർത്ത. അത്തരത്തിലുള്ള ഒരു നാണയത്തിൻ്റെ അത്ര വലിപ്പമുള്ള റേഡിയോ ആക്റ്റീവ് പദാർത്ഥം ഒരു ക്യാപ്സൂളിലാക്കി വെച്ചിരിക്കുകയും അത് കളഞ്ഞു പോവുകയും ചെയ്താൽ എന്താണ് ഇത്ര പ്രാധാന്യത്തോടു കൂടി വിശദീകരിക്കാനുള്ള കാരണം എന്ന് ഈ വീഡിയോ കണ്ടുവരുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാകും. എന്തായാലും ഈ മൈനിങ് സൈറ്റിൽ നിന്നും ട്രക്കിൽ സൂക്ഷിച്ചിരുന്ന ആ ഒരു ഉപകരണം 1400 കിലോമീറ്റർ ഹൈവേയിലൂടെ സഞ്ചരിച്ചതിന് ശേഷം നോക്കുമ്പോഴാണ് നഷ്ടപ്പെട്ടതായി കണ്ടത്. അങ്ങനെ ലോക്കൽ അതോറിറ്റി അടിയന്തര വിഭാഗങ്ങളിലൊക്കെ തന്നെ അറിയിക്കുകയും വളരെ എക്സ്റ്റെൻസീവായിട്ടൊരു സെർച്ച് നടക്കുകയും ചെയ്തതിൻ്റെ അടിസ്ഥാനത്തിലാണ് ഉപകരണത്തിൽ നിന്ന് ഡിറ്റാച്ചായി പോയ പ്രധാനപ്പെട്ട സ്റ്റീൽ ക്യാപ്സൂളിനകത്തുള്ള cesium-137 റിട്രീവ് ചെയ്യുന്നത്. ഒരുപക്ഷെ അത് കിട്ടിയില്ലായിരുന്നുവെങ്കിൽ എന്ത് സംഭവിക്കും എന്നതിനെക്കുറിച്ച് ഇനി അടുത്ത ഇൻസിഡൻറ്റ് പറയുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാകും. എന്തായാലും റേഡിയേഷനുകൾ മനുഷ്യ ശരീരത്തിന് അത്രത്തോളം ഗുണമുള്ള കാര്യമല്ല എന്നും ക്യാൻസർ മുതൽ ജീവഹാനി വരെയുള്ള അവസ്ഥയിലേക്ക് മനുഷ്യനെ എത്തിക്കും എന്ന് ഞാനൊരു സൂചന പോലെ പറയുകയാണ്. നമ്മൾ ഇത്തരം കാര്യങ്ങളൊക്കെ മനസ്സിലാക്കുകയും പഠിക്കുകയും ചെയ്യുന്നത് ജീവിതത്തിൽ എവിടെയെങ്കിലും ഉപകാരപ്പെടാൻ വേണ്ടിയിട്ടാണ്. ഉദാഹരണത്തിന് നമ്മുടെ ജീവിതത്തിലുടനീളം ചില പ്രതിസന്ധി ഘട്ടങ്ങൾ നമുക്കുണ്ടാകാറുണ്ടല്ലോ. ഇത്തരം ഘട്ടങ്ങളിൽ നമ്മുടെ കുടുംബത്തിന് പണം ആവശ്യമായി വരും. മരണം ഉൾപ്പെടെയുള്ള പല സംഭവങ്ങളും നിർഭാഗ്യവശാൽ നമ്മുടെ മുന്നിൽ എപ്പോഴും ഉണ്ട്. ഇതൊന്നും പ്രവചിക്കാൻ പറ്റില്ല. ഈ സാഹചര്യത്തിലാണ് നമ്മൾ ഇതൊക്കെ എങ്ങനെ നേരിടും എന്ന് ചിന്തിക്കുന്നത്. അങ്ങനെയുള്ളവർ കുടുംബം സാമ്പത്തികമായി സുരക്ഷിതമാവാൻ വേണ്ടി ഒരു ടേം ഇൻഷുറൻസ് സാധാരണ എടുത്തു വയ്ക്കാറുണ്ട്. സ്വാഭാവികമായോ അപകടമായോ മരണമോ ക്യാൻസറോ സംഭവിച്ചാലും അപകടം മൂലം അംഗവൈകല്യം വന്നാലും ടേം ഇൻഷുറൻസ് മുഖേന വലിയ തുകയാണ് നമുക്കോ കുടുംബത്തിനോ ലഭിക്കുക. ഇവ ഏറ്റവും വില കുറഞ്ഞ ഉപകാരം കൂടിയ ലൈഫ് ഇൻഷുറൻസുകളാണ്. മാസം 695 രൂപയിൽ തുടങ്ങി 2 കോടി രൂപ വരെ കവർ ചെയ്യുന്ന ടേം ഇൻഷുറൻസുകൾ ഇപ്പോൾ മാർക്കറ്റിൽ ലഭ്യമാണ്. കാലാവധി കഴിഞ്ഞാൽ ഭാഗ്യം കൊണ്ട് നമ്മൾ അതിജീവിച്ചാൽ അടച്ച പണം തിരിച്ചു കിട്ടുന്ന പദ്ധതികളും കാണാം. പക്ഷേ താരതമ്യം ചെയ്യുക എന്നുള്ളതാണ് പ്രധാനം. ഇതിനുവേണ്ടി ഞാൻ ഡിസ്ക്രിപ്ഷനിൽ ഒരു ലിങ്ക് കൊടുത്തിട്ടുണ്ട്. ഇവിടെ 10% വരെ ഡിസ്കൗണ്ടോടുകൂടി 51 പരം പ്ലാനുകൾ താരതമ്യപ്പെടുത്തി പ്രീമിയം തുകയും കവറേജ് തുകയും കാലാവധിയുമൊക്കെ പഠിച്ചതിന് ശേഷം മാത്രം നിങ്ങളൊരു ഇൻഷുറൻസ് എടുക്കുക. സംശയങ്ങൾ തീർക്കുന്നതിന് വേണ്ടി ഒരു കോൾ ബാക്ക് ഓപ്ഷൻ അവൈലബിൾ ആണ്. പ്രായം കൂടുന്തോറും പ്രീമിയം കൂടും എന്നുള്ളത് കൊണ്ട് എത്രയും പെട്ടെന്ന് നിങ്ങൾക്കൊരു ടേം ഇൻഷുറൻസ് എടുത്ത് വയ്ക്കുന്നതിനെ പറ്റി ചിന്തിക്കാം. താല്പര്യമുള്ളവർക്ക് ഡിസ്ക്രിപ്ഷനിലും കമൻറ്റ് ബോക്സിലുമുള്ള ലിങ്ക് ഉപയോഗപ്പെടുത്താം. കഥ ആരംഭിക്കുന്നത് 1970-കളിൽ സോവിയറ്റ് യൂണിയനിലാണ്. അന്നത്തെ USSRൻ്റെ ഭാഗമായിരുന്നു യുക്രൈൻ എല്ലാം എന്ന് നമുക്ക് എല്ലാവർക്കും അറിയാം. 1980-കളിൽ ഒളിമ്പിക്സ് നടക്കാൻ പോകുന്നത് അന്ന് മോസ്കോയിലായിരുന്നു. സോവിയറ്റ് യൂണിയൻ്റെ ഏറ്റവും വലിയ ഒരു അഭിമാന പ്രശ്നമായിരുന്നു നല്ല രീതിയിൽ ഒളിമ്പിക്സ് നടത്തുക എന്നുള്ളത്. അങ്ങനെ അവർ വലിയ തോതിൽ മൈനിങ് പ്രോസസ്സുകളും അതുപോലെ തന്നെ പാറ പൊട്ടിക്കലുമൊക്കെ ആയിട്ട് ഒളിമ്പിക്സിന് വരുന്നവർക്കും അവിടെയുള്ള ജനങ്ങൾക്കുമൊക്കെ തന്നെ താമസിക്കാൻ ആവശ്യമായിട്ടുള്ള ബിൽഡിങ്ങുകൾ വലിയ തോതിൽ നിർമ്മിക്കുന്നതിനുള്ള പ്രവർത്തനം 10-15 വർഷം മുമ്പ് തന്നെ ആരംഭിച്ചു. അതായത് 1970-കളൊക്കെ ആയപ്പോൾ തന്നെ വലിയ തോതിൽ അവിടെ വലിയ നിർമ്മാണ പ്രവർത്തനങ്ങളൊക്കെ തന്നെ നടക്കുന്നുണ്ടായിരുന്നു. അപ്പോൾ ഇത്തരത്തിലുള്ള ഒരു പാറ ഖനിയിൽ പാറ പൊട്ടിക്കുന്ന സമയത്ത് കിട്ടുന്ന പാറക്കഷ്ണങ്ങൾക്കകത്ത് റേഡിയോ ഐസോടോപ്പുകൾ അടങ്ങിയിട്ടുണ്ടോ എന്നറിയുന്നതിന് വേണ്ടി cesium-137 അടങ്ങിയ ഒരു ഗേജ് ഉപയോഗിച്ചിരുന്നു. ഒരു ഗേജ് മാത്രമല്ല, അക്കാലത്ത് ആയിരക്കണക്കിന് അത്തരം ഉപകരണങ്ങളുടെ സഹായത്തോടു കൂടിയാണ് പാറ പൊട്ടിക്കുമ്പോൾ അതിൻ്റെ ഉള്ളിൽ നിന്ന് റേഡിയേഷനുള്ള പദാർത്ഥങ്ങളുണ്ടോ എന്ന് തിരിച്ചറിയാൻ വേണ്ടി പലതരത്തിലുള്ള ഉപകരണങ്ങൾ ഉപയോഗിക്കുന്നത്. റേഡിയോ ആക്ടിവിറ്റി പുറത്തുവിടുന്ന ഇത്തരം പദാർത്ഥങ്ങളുടെ ഒരു ഗുണമെന്ന് പറഞ്ഞാൽ അവയിൽ നിന്ന് പുറത്തേക്ക് വരുന്ന എനർജി കൂടിയ ഗാമ കിരണങ്ങളും ബീറ്റ കിരണങ്ങളും ആൽഫ കിരണങ്ങളും ഒക്കെ തന്നെ നമ്മൾ പൊട്ടിക്കുന്ന പാറയുടെ ഒരു സ്വഭാവം മനസ്സിലാക്കുന്നതിനും ഇനി എന്തെങ്കിലും ദ്രാവകം ഒഴുകുന്ന പൈപ്പാണെങ്കിൽ ആ ദ്രാവകത്തിൻ്റെ ഒഴുക്ക് മനസ്സിലാക്കാനും ഒരു കണ്ടെയ്നർ ആണെങ്കിൽ നമുക്ക് എത്തി നോക്കാൻ കഴിഞ്ഞില്ലെങ്കിൽ കണ്ടെയ്നറിനകത്ത് എത്രത്തോളം ഒരു പദാർത്ഥമുണ്ട് എന്ന് തിരിച്ചറിയാനും അതിൻ്റെ ഡെൻസിറ്റി മനസ്സിലാക്കാനും വലിയ ലോഹങ്ങളൊക്കെ ആണെങ്കിൽ അതിൻ്റെ
കനം അറിയാനുമൊക്കെ തന്നെ ഇത്തരം റേഡിയേഷൻ പുറത്തുവിടുന്ന പദാർത്ഥങ്ങൾ ഉപയോഗിക്കും. അപ്പോൾ ഈ റേഡിയേഷൻ പദാർത്ഥത്തിൽ നിന്ന് സഞ്ചരിച്ച് ഇത്തരം വസ്തുക്കളിലൂടെ കടന്നുപോയിട്ട് വേറൊരു ഡിറ്റക്ടർ ഉപയോഗിച്ചുകൊണ്ട് നോക്കുമ്പോൾ അറിയാം എത്രമാത്രമാണ് ഇതിനെ അബ്സോർബ് ചെയ്തതെന്ന്. അതിൻ്റെ അടിസ്ഥാനത്തിലാണ് പലപ്പോഴും പലതരത്തിലുള്ള ഇൻഡസ്ട്രിയൽ ആപ്ലിക്കേഷന് വേണ്ടിയും റേഡിയോ ആക്റ്റീവ് പദാർത്ഥങ്ങൾ അടങ്ങിയ ചെറിയ ക്യാപ്സ്യൂൾ ഉപയോഗിക്കുന്നത്. ലോകത്തിപ്പോഴും അത്തരം ക്യാപ്സ്യൂളുകൾ അടങ്ങിയ ഉപകരണങ്ങളുണ്ട് എങ്കിലും കൃത്യമായ അക്കൗണ്ടബിലിറ്റി എന്ന് പറയുന്നൊരു സാധനമുണ്ട്. അത് എവിടെ വച്ചിരിക്കുന്നു, ആരുപയോഗിക്കുന്നു, എത്ര നേരം ഉപയോഗിക്കുന്നു, തിരിച്ച് സുരക്ഷിതമായിട്ട് വച്ചിട്ടുണ്ടോ എന്നുള്ളത്. എന്നാൽ 1970കളിൽ USSRൽ അത് വളരെ ഡിസോറിയൻറ്റഡ് ആയിട്ടാണ് കിടന്നത്. കൃത്യമായ കണക്കൊന്നും ഉണ്ടായിരുന്നില്ല. അപ്പോൾ അത്തരത്തിലൊരു മൈനിൽ ഉപയോഗിച്ചിരുന്ന ക്യാപ്സ്യൂള് നിർഭാഗ്യവശാൽ റേഡിയോ ആക്റ്റീവ് പദാർത്ഥമടങ്ങിയ ഭാഗം ഉൾപ്പെടെ നഷ്ടപ്പെട്ടു പോയി. പിന്നെയും 1-2 വർഷത്തിനുള്ളിൽ അവിടെ നിന്നൊക്കെ എടുത്ത പാറപ്പൊടിയും പാറയുടെ കഷ്ണങ്ങളും ഉപയോഗിച്ചുകൊണ്ട് ഈ പറയുന്ന ക്രാമറ്റോസ്ക് ഉൾപ്പെടെയുള്ള പല ഭാഗത്ത്, യുക്രൈൻ്റെ പല ഭാഗത്തായിട്ട് വലിയ വലിയ ബിൽഡിങ്ങുകൾ സോവിയറ്റ് യൂണിയൻ നിർമ്മിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. അത്തരത്തിൽ ക്രാമറ്റോസ്കിൽ ഉണ്ടാക്കിയ വലിയ ബിൽഡിങ്ങിലെ 85ാം റൂമിൽ താമസിച്ചിരുന്ന ഒരു ഫാമിലിയിലെ 3 പേര് തുടരെ ലുക്കീമിയ എന്ന് പറയുന്ന ഒരു അസുഖം ബാധിച്ച് മരിക്കുന്നതായിട്ട് റിപ്പോർട്ട് ചെയ്യപ്പെട്ടു. ലുക്കീമിയ എന്ന് പറയുമ്പോൾ അത് ബ്ലഡ് ക്യാൻസറാണ്. അത് ജനറ്റിക്കലി വരാൻ സാധ്യത ഉള്ളതുകൊണ്ട് തന്നെ ഒരാൾ, അത് ഏറ്റവും പ്രധാനമായിട്ടും 18 വയസ്സുള്ള ഒരു പെൺകുട്ടിയാണ് ആദ്യം മരിക്കുന്നത്. സ്വാഭാവികമായിട്ടും അവർക്ക് ഈ ഒരു അസുഖത്തിൻ്റെ മറ്റ് ലക്ഷണങ്ങളൊന്നും ആ ഒരു 85ാം യൂണിറ്റിലേക്ക് താമസിക്കുന്നതിന് മുൻപ് ഉണ്ടായിരുന്നില്ല. അപ്പോൾ ആ പെൺകുട്ടിക്ക് ലക്ഷണങ്ങൾ കണ്ടു. അതിനുശേഷം ലുക്കീമിയാണെന്ന് മനസ്സിലായി. അത് സിവിയറായിട്ട് വന്നു. ആ കുട്ടി മരിച്ചു. പിന്നീട് ആ കുട്ടിയുടെ സഹോദരനും ഇതേപോലെ മരിക്കുകയാണ്. ലുക്കീമിയ, ബ്ലഡ് ക്യാൻസർ തന്നെയാണ് അസുഖം. പിന്നീട് ആ കുടുംബത്തിലെ അമ്മ മരിക്കുകയാണ്. ഈ 3 പേരുടെയും ഒരു ഡെത്ത് പാറ്റേൺ നോക്കുന്ന സമയത്ത് ഗവേഷകരും ഡോക്ടർമാരും മനസ്സിലാക്കിയത് ഈ ക്യാൻസർ എന്ന് പറയുന്നത് പാരമ്പര്യമായിട്ട് വരാനുള്ള സാധ്യത വളരെ കൂടുതലാണ്. ഒരു ഫാമിലിയിലെ 3 പേർക്ക് ഒരേ അസുഖം, അതും ക്യാൻസർ പോലെയുള്ള അസുഖങ്ങൾ വരികയാണെങ്കിൽ അത് ജനറ്റിക്കലി റിലേറ്റ് ചെയ്യേണ്ടതാണ് എന്നുള്ള രീതിയിൽ അതിനെ എഴുതി തള്ളി. അതെങ്ങനെയാണെന്ന് ഞാൻ വഴിയെ പറയാം. അങ്ങനെ പുതിയൊരു കുടുംബം അങ്ങോട്ട് താമസം മാറുമ്പോഴാണ് ഒരു യങ്ങർ സൺ അവിടെ വീണ്ടും ഇതുപോലെ മരണത്തിനിടയാകുന്നത്. അതായത് പുതിയതായിട്ട് അതേ റൂമിൽ താമസിച്ച വ്യക്തിക്ക് ലുക്കീമിയ വരുന്നു, അയാൾ മരിക്കുന്നു. അടുത്ത ഇളയ കുഞ്ഞിന് അസുഖം മൂലമുണ്ടാകുന്ന ഒരു ബുദ്ധിമുട്ട് ആരംഭിക്കുന്നു. ലുക്കീമിയയുടെ സ്റ്റാർട്ടിങ് വരുന്നു. ഇത്രയും ആയപ്പോൾ രണ്ടാമത് മാറി താമസിച്ച കുടുംബത്തിലെ അവരുടെ അച്ഛൻ ഒരുപാട് അധികാരികളെ നിരന്തരം പ്രഷർ ചെയ്യുകയും ഒരുപാട് പേരോട് പറയുകയും ചെയ്ത് ഇത്തരത്തിൽ ഈ സംഭവം കഴിഞ്ഞ് ഏകദേശം 10 വർഷം അടുക്കാറാകുമ്പോഴാണ് ഈ റൂമിൽ എന്താണ് ആളുകൾക്ക് ലുക്കീമിയ ഉണ്ടാകാൻ കാരണമാകുന്നത് എന്നതിനെക്കുറിച്ച് പഠിക്കാനൊരു കമ്മീഷനും അതുപോലെ തന്നെ ഉന്നത അധികാരികളും ഒക്കെ എത്തുന്നത്. അങ്ങനെ അവർ റൂമിനകത്തേക്ക് കയറുമ്പോൾ തന്നെ റേഡിയേഷൻ, മിക്കവാറും ലുക്കീമിയ ജനറ്റിക്കലി അല്ലെങ്കിൽ പിന്നെ ഉണ്ടാകാനുള്ള സാധ്യത റേഡിയേഷൻ പോലെയുള്ള എക്സ്റ്റേണൽ ആയിട്ടുള്ള ഫാക്ടറുകളാണ്. അപ്പോൾ അത്തരത്തിൽ അവർ ഗീഗർ മുള്ളർ കൗണ്ടർ പോലെ റേഡിയേഷൻ അളക്കുന്ന ഉപകരണങ്ങളുമായിട്ട് ആ മുറിക്കകത്ത് കയറുമ്പോൾ ഏകദേശം 1800ഓളം റോൺജൻ എന്ന് വെച്ചാൽ റേഡിയേഷൻ അളക്കുന്ന ഒരു യൂണിറ്റാണ്. അത്രയും ശക്തമായിട്ടുള്ള രീതിയിൽ ആ വീട്ടിലെ ഒരു മുറിയുടെ ഭിത്തിയുടെ ഭാഗത്ത്, അതും കട്ടിലിരിക്കുന്ന ഭിത്തിയുടെ ഭാഗത്ത് നിന്ന് വളരെയധികം റേഡിയേഷൻ്റെ ഒരു ഡിറ്റക്ഷൻ അധികാരികൾ അറിയാൻ തുടങ്ങി. അവർക്ക് സംഭവം മനസ്സിലായി, ഈ ഭിത്തിക്കകത്ത് റേഡിയേഷൻ പുറത്തുവിടുന്ന എന്തോ ഒരു സാധനമുണ്ട്. സത്യത്തിൽ ഞാൻ ആദ്യം പറഞ്ഞ ചില പാറകനികളിൽ നിന്ന് ഈ റേഡിയേഷൻ അളക്കാൻ വേണ്ടി കൊണ്ടുപോയ CCN-137ൻ്റെ ഒരു ക്യാപ്സൂൾ നഷ്ടമായത് അവിടെ നിന്ന് ലോറിയിലായിട്ട് ഈ ബിൽഡിംഗ് നിർമ്മിക്കുന്ന കൺസ്ട്രക്ഷൻ സൈറ്റിലേക്ക് വന്നിരുന്നു. അതിനുശേഷം കോൺക്രീറ്റുമായിട്ട് മിക്സ് ചെയ്ത് ആ വലിയ അപ്പാർട്ട്മെൻറ്റ് ഉണ്ടാക്കിയപ്പോൾ 85ാം നമ്പർ മുറിയുടെ ഭിത്തിക്കകത്താണ് ഈ ക്യാപ്സൂൾ ലോക്കായത്. മാത്രമല്ല അതിൽ നിന്ന് റേഡിയേഷൻ ലീക്ക് ആകുന്നുണ്ടായിരുന്നു. നമുക്കറിയാം എക്സ്റേ എന്ന് പറയുന്നത് നമ്മുടെ ശരീരത്തിന് അത്രത്തോളം ഗുണമുള്ളൊരു കാര്യമല്ല. എക്സ്റേ ടെക്നീഷ്യനൊക്കെ തന്നെ നമുക്ക് ആ ഒരു പ്രൊസീജിയർ ചെയ്യുന്ന സമയത്ത് വളരെയധികം മറച്ച ഒരു ടിന്നോ ലഡോ കൊണ്ടുള്ള കൂടിനുള്ളിൽ കയറിയിരിക്കുന്നതായിട്ട് നമുക്ക് കാണാൻ കഴിയും. അതിന് പ്രധാന കാരണം ഒരുപാട് നേരം മൾട്ടിപ്പിൾ ടൈംസ് എക്സ്റേ കിരണങ്ങൾ നമ്മുടെ ശരീരത്തിൽ അടിച്ചു കഴിഞ്ഞാൽ അത് ശരീരത്തിന് ദോഷമാണ്. ഇത്തരത്തിൽ ഓരോ മണിക്കൂറും 17 എക്സ്റേകൾ ഒരാളുടെ ശരീരത്തിൽ അടിച്ചാൽ എന്ത് സംഭവിക്കും എന്നുള്ള തരത്തിലാണ് ആ ഭിത്തിക്കരികിലുണ്ടായിരുന്ന ഓരോ ആളുകളുടെയും ശരീരത്തിൽ ആ ഒരു ക്യാപ്സൂളിൽ നിന്ന് റേഡിയേഷൻ അടിച്ചുകൊണ്ടേയിരുന്നത്. അതുകൊണ്ട് അവർക്ക് ലുക്കീമിയയിൽ നിന്ന് രക്ഷപ്പെടാനായിട്ട് സാധിക്കുമായിരുന്നില്ല. അപ്പോൾ ഈ റേഡിയേഷൻ എന്ന് പറയുന്നത് എല്ലായിടത്തും ഉണ്ട്. ഞാൻ ഇപ്പോൾ ഇരിക്കുന്ന മുറിയിൽ നല്ല റേഡിയേഷൻ ഉണ്ട്. നിങ്ങൾ എന്നെ കാണുന്നത് മൊബൈലിൽ നിന്ന് വരുന്ന റേഡിയേഷൻ കൊണ്ടാണ്. അപ്പോൾ റേഡിയേഷൻ സിംപ്ലി പുറത്തോട്ട് വരുന്ന ട്രാൻസ്മിറ്റിംഗ് എനർജിയാണ്. അത് വിസിബിൾ ഉണ്ട്, അൾട്രാ വയലറ്റ്, ഇൻഫ്രാറെഡ്, മൈക്രോവേവ്, റേഡിയോ വേവ്, എക്സ്റേ, ഗാമ, അങ്ങനെ പലതും ഉണ്ട്. ഇതിലേറ്റവും തീക്ഷ്ണമായതും നമുക്ക് വളരെ ദോഷകരമായിട്ടുള്ളതും ഭയങ്കര എനർജി ഉള്ളതുമായ റേഡിയേഷനാണ് ഗാമ. അതിന് തൊട്ട് താഴെയുള്ളതാണ് എക്സ്റേ, അതിന് താഴെയുള്ളതാണ് UV. പിന്നെ പ്രകാശം അല്ലെങ്കിൽ ദൃശ്യപ്രകാശം എന്ന് പറയുന്നത് അല്ലെങ്കിൽ വിസിബിൾ ലൈറ്റ് എന്ന് പറയുന്നത് നമുക്ക് ദോഷമല്ല, എന്നാൽ അതിന് എനർജി ഉണ്ട്. അതുകൊണ്ടാണ് സോളാർ പാനലുകൾ ഉപയോഗിച്ചുകൊണ്ട് നമുക്ക് വൈദ്യുതി ഉണ്ടാക്കാൻ പറ്റുന്നത്. എന്നാൽ നമ്മുടെ ശരീരത്തിൽ UV, എക്സ്റേ, ഗാമ ഇത് മൂന്നിനും നല്ല തോതിലുള്ള ഇമ്പാക്റ്റ് ഉണ്ടാക്കാൻ കഴിയും. ഈ കിരണങ്ങളൊക്കെ തന്നെ നമ്മുടെ ശരീരത്തിൽ അടിക്കുമ്പോൾ അത് ടൈനി ബുള്ളറ്റുകൾ പോലെയാണ്. കാരണം നമ്മുടെ ശരീരം ഉണ്ടാക്കിയിരിക്കുന്ന കോടിക്കണക്കിന് ട്രില്യൺ കണക്കിന് കോശങ്ങൾ ഓരോന്നിനകത്തും കോശത്തിൻ്റെ ന്യൂക്ലിയസിനുള്ളിൽ
ക്രോമസോമുകളിൽ അടങ്ങിയിരിക്കുന്ന ജനിതക ഘടകമുണ്ട്, DNA. ഈ DNA-കളാണ് നമ്മളെങ്ങനെ ജീവിക്കണം, നമ്മുടെ ശരീരത്തിൻ്റെ സെൽ മൾട്ടിപ്ലിക്കേഷനൊക്കെ എങ്ങനെ സംഭവിക്കുന്നു എന്നത് നിയന്ത്രിക്കുന്നത്. സ്വാഭാവികമായിട്ടും നമ്മുടെ ശരീരത്തിലൂടെ റേഡിയേഷൻ ഇങ്ങനെ കടന്നു പോയാൽ, ഇപ്പോൾ ഈ cesium-137 നിന്നൊക്കെ പുറത്തു വരുന്നത് ഗാമ കിരണങ്ങളും ബീറ്റ കിരണങ്ങളും ഒക്കെയാണ്. ഗാമ എന്ന് പറയുന്നത് പ്രകാശത്തിൻ്റെ ഏറ്റവും ശക്തി കൂടിയ രൂപമാണെങ്കിൽ ബീറ്റ എന്നൊക്കെ പറയുന്നത് ചെറിയ ചെറിയ അറ്റോമിക് പാർട്ടിക്കിളുകളാണ്, ഈ ആൽഫ കിരണങ്ങളും ബീറ്റ കിരണങ്ങളും ഒക്കെ. അപ്പോൾ ഇതിനൊക്കെ നല്ല എനർജി ഉണ്ട്. ഈ ഊർജ്ജത്തിന് നമ്മുടെ ശരീരത്തിലെ മോളിക്യൂളുകളായിട്ടിരിക്കുന്നവയുടെ ബോണ്ടുകൾ തകർക്കാൻ കഴിയും. അപ്പോൾ DNA എന്ന് പറഞ്ഞാൽ ഡീയോക്സി റൈബോ ന്യൂക്ലിക് ആസിഡാണ്. അത് ചില സിമ്പിൾ ആറ്റങ്ങൾ ചേർന്നുകൊണ്ട് കോംപ്ലക്സ് സ്ട്രക്ചറായിട്ടിരുന്നതിന് ശേഷം നമ്മുടെ ശരീരത്തിൽ പ്രോട്ടീൻ ഉണ്ടാക്കിയിട്ട് നമ്മുടെ ശരീരം എങ്ങനെ പ്രവർത്തിക്കണം, ഓരോ സെല്ലുകളും എങ്ങനെ ഇൻസ്ട്രക്ഷനുകൾ കൈകാര്യം ചെയ്യണം എന്ന് തീരുമാനിക്കുന്നതാണ്. നമ്മൾ എങ്ങനെ ഇരിക്കണം, എങ്ങനെ ജീവിക്കണം, നമ്മുടെ ശരീരത്തിൽ ഓരോ നിമിഷവും ഉണ്ടാകുന്ന കോശങ്ങൾ എത്രത്തോളം മൾട്ടിപ്ലൈ ചെയ്യണം, അവിടെ സ്പേസ് ഇല്ലെങ്കിൽ മൾട്ടിപ്ലിക്കേഷൻ നിർത്തണം, പ്രായമായ കോശങ്ങൾ നശിച്ചു പോകണം, അങ്ങനെ പല കാര്യങ്ങളും തീരുമാനിക്കപ്പെടുന്നുണ്ട്. എന്നാൽ ഈ കോശങ്ങൾ മൾട്ടിപ്ലൈ ചെയ്യുന്നതിൻ്റെ റേറ്റ്, അത് ഒക്കുപൈ ചെയ്യുന്ന സ്ഥലത്തിൻ്റെ ആ ഒരു ലൊക്കേഷൻ്റെ ഒരു അവസ്ഥ, ഇനി മൾട്ടിപ്ലൈ ചെയ്യണോ, പ്രായമായ കോശങ്ങൾ നശിച്ചു പോകണം തുടങ്ങിയ ഇൻസ്ട്രക്ഷനുകളാണ് പലപ്പോഴും ഇതിൽ നിന്ന് നമ്മുടെ ശരീരത്തിൽ പുതിയ റീബിൽഡിങ്ങിന് വേണ്ടി ഉപയോഗിക്കുന്നത്. അപ്പോൾ സ്വാഭാവികമായിട്ടും ഒരു കോശം മൾട്ടിപ്ലൈ ചെയ്ത് മറ്റു കോശങ്ങളായി മാറുമ്പോൾ കൃത്യമായിട്ടും ചില തെറ്റുകൾ സംഭവിക്കാം. കാരണം ഒരു കോശത്തിൻ്റെ എല്ലാ ഇൻസ്ട്രക്ഷനുകളും DNA-കളും മറ്റു കോശത്തിലേക്ക് പകരാൻ നോക്കുമ്പോൾ മിസ്റ്റേക്സ് ഉണ്ടാവും, എക്സാക്റ്റ് കോപ്പി ആയിരിക്കില്ല. എന്നാൽ നമ്മുടെ ശരീരത്തിന് ആ ഇറർ കറക്റ്റ് ചെയ്യാനുള്ള ഇൻസ്ട്രക്ഷൻ മെത്തേഡുകളുണ്ട്. സോ നമ്മുടെ ശരീരം ഒരുവിധം നല്ല രീതിയിലൊക്കെ മുന്നോട്ട് പോകും. പക്ഷേ എക്സ്റ്റേണൽ ആയിട്ടുള്ള ഇത്തരത്തിലുള്ള ഫാക്ടറുകളും, ഞാൻ മുമ്പ് പറഞ്ഞു ജനിതകപരമായിട്ടുള്ള ഫാക്ടറുകളുണ്ട്, അതല്ലാതെ പുറമേ നിന്ന് വരുന്ന ശക്തമായ റേഡിയേഷനുകളും മറ്റും നമ്മുടെ കോശത്തിനുള്ളിലെ DNA-യുടെ സ്വഭാവത്തെയും അത് മൾട്ടിപ്ലൈ ചെയ്യാനുള്ള ശേഷിയൊക്കെ ബാധിക്കുകയും കൺട്രോൾ ഇല്ലാത്ത രീതിയിൽ കോശങ്ങൾ മൾട്ടിപ്ലൈ ചെയ്യാനും വളരാനും മരിച്ചു പോകാതിരിക്കാനും ട്യൂമറുകൾ ഉണ്ടാകാനും പഴുക്കാനും ഒക്കെ തന്നെ കാരണമാവുകയും ചെയ്യും. ഇതിനെയാണ് സാധാരണ ക്യാൻസർ എന്ന് വിളിക്കുന്നത്. എന്നാൽ നമ്മുടെ എല്ലുകൾക്കകത്തുള്ള അസ്ഥിമജ്ജയിലാണ് ഇത്തരം ക്യാൻസറസ് ആയിട്ടുള്ളൊരു എഫക്റ്റ് റേഡിയേഷൻ ഉണ്ടാക്കുന്നതെങ്കിൽ നമ്മുടെ രക്തത്തിനാണ് ഈ ക്യാൻസർ ഉണ്ടാവുക. അപ്പോൾ രക്താണുക്കളെ അത് ബാധിക്കും. അങ്ങനെയാണ് ലുക്കീമിയ അല്ലെങ്കിൽ ബ്ലഡ് ക്യാൻസർ എന്ന് പറയുന്ന വളരെ പ്രോണായിട്ടുള്ളൊരു അസുഖം ഉണ്ടാകുന്നത്. ശരീരത്തിൽ കൂടുതൽ റേഡിയേഷൻ അടിക്കുമ്പോൾ ഏറ്റവും പെട്ടെന്ന് ഉണ്ടാകാൻ സാധ്യതയുള്ള അസുഖങ്ങളിലൊന്നാണ് ബ്ലഡ് ക്യാൻസർ. സ്വാഭാവികമായിട്ടും റഷ്യയുടെ ആ ബിൽഡിങ്ങിലും സംഭവിച്ചത് ഇത്തരത്തിലുള്ള cesium-137 അലക്ഷ്യമായി നഷ്ടപ്പെട്ടതിനെ അവർ ചേസ് ചെയ്ത് കണ്ടുപിടിക്കാത്തത് കൊണ്ടുണ്ടായ ഒരു അപകടമാണ്. ഈ ഒരു അപകടത്തിൻ്റെ പശ്ചാത്തലം വെച്ച് നോക്കുന്ന സമയത്ത് എന്തുകൊണ്ട് ഓസ്ട്രേലിയ എത്രയും പെട്ടെന്ന് നടപടി സ്വീകരിച്ച് അതിനെ കണ്ടെത്തി എന്നതിൻ്റെ പ്രാധാന്യം നിങ്ങൾക്ക് മനസ്സിലാകും. പ്ലസ് നമുക്കറിയാം 1970-80കളിൽ നന്ദാദേവി കുന്നുകൾക്ക് മുകളിൽ അമേരിക്കയുടെ രഹസ്യാന്വേഷണ ഏജൻസിയായ CIA-യും ഇന്ത്യൻ ഗവൺമെൻറ്റും ചേർന്നുകൊണ്ട് ചൈനയെ സ്പൈ ചെയ്യുന്നതിന് വേണ്ടി പ്ലൂട്ടോണിയം അടങ്ങിയ ബാറ്ററി ഉൾപ്പെടെയുള്ള ഒരു സിസ്റ്റവുമായിട്ട് മുകളിലോട്ട് പോയിരുന്നു. എന്നാൽ നന്ദാദേവി കുന്നുകൾക്ക് മുകളിൽ ആൻറ്റിന വെച്ചിട്ട് ചൈനയെ നോക്കാനാണ് പരിപാടി. ചൈന എന്ത് ചെയ്യുന്നു, ആണവ ഇന്ധനം കണ്ടുപിടിക്കുന്നുണ്ടോ അല്ലെങ്കിൽ ന്യൂക്ലിയർ മിസൈൽസ് ഉണ്ടാക്കുന്നുണ്ടോ എന്നൊക്കെ കണ്ടുപിടിക്കാനുള്ള ഒരു ക്രൂഗഡ് ഐഡിയ ആയിരുന്നു. എന്നാൽ ഇത് കൊണ്ടുവയ്ക്കുന്ന സമയത്ത് കാലാവസ്ഥ ശരിയല്ലാത്തത് കൊണ്ട് നന്ദാദേവി കുന്നുകളിലെ ഒരു ഗുഹയ്ക്കകത്ത് ഈ പറയുന്ന 60 കിലോഗ്രാമോളം വരുന്ന പ്ലൂട്ടോണിയം എന്ന് പറയുന്ന റേഡിയേഷൻ അടങ്ങിയ ബാറ്ററി ഉൾപ്പെടെ വെച്ചിട്ട് ടീം തിരിച്ചു വന്നു. പക്ഷേ പിന്നീട് പോയപ്പോൾ ഈ വസ്തുക്കൾ ഉൾപ്പെടെ ഗുഹ പോലും കണ്ടില്ല എന്നാണ് കഥ. അതിനിപ്പോൾ ഇന്ത്യക്കാരെടുത്തോ അമേരിക്കക്കാരെടുത്തോ ചൈനക്കാരെടുത്തോ അതോ റിയലി നഷ്ടപ്പെട്ടു പോയതാണോ എന്നുള്ളതൊക്കെ കോൺസ്പിറസി തിയറീസാണ്. പക്ഷേ നമുക്കറിയാവുന്ന കാര്യം അവിടെ ആ വസ്തു ഉണ്ടായിരുന്നില്ല. ഒരുപക്ഷെ അത് നന്ദാദേവി കുന്നുകളിൽ നഷ്ടപ്പെട്ടു പോയിരിക്കാൻ സാധ്യതയുണ്ട്. അതിനകത്തും ഇത്തരം റേഡിയേഷൻ അടങ്ങിയിട്ടുണ്ട് എന്നുള്ളത് പലപ്പോഴും ഉത്തരാഖണ്ഡിലുള്ള ആളുകളെ ഭയപ്പെടുത്തുന്നുണ്ട്. നന്ദാദേവി കുന്നുകൾ ഉത്തരാഖണ്ഡിലാണ്. അപ്പോൾ ഇതുപോലെ പല സംഭവങ്ങളും ചരിത്രത്തിൽ ഉണ്ടായിട്ടുണ്ട്. റേഡിയേഷനെ മിസ്ഹാൻഡിൽ ചെയ്തതിൻ്റെ ഫലമായിട്ടും കൃത്യമായ രീതിയിൽ പ്രോപ്പറായിട്ട് കൈകാര്യം ചെയ്യാത്തതിൻ്റെ ഫലമായിട്ട് ജനങ്ങൾ ദുരന്തം അനുഭവിച്ച ഒരുപാട് സംഭവങ്ങൾ ഉണ്ടായിട്ടുണ്ട്. അതിപ്പോൾ ഹിരോഷിമയിലും നാഗസാക്കിയിലും ബോംബിട്ടതിന് ശേഷം മൂന്നാമതൊരു ജപ്പാൻ്റെ പ്രദേശത്ത് ബോംബിടാൻ വേണ്ടി അമേരിക്ക ഉണ്ടാക്കാൻ വെച്ചിരുന്ന ഒരു ന്യൂക്ലിയർ കോർ ഉണ്ടായിരുന്നു. ആ കോറിൽ നിന്ന് റേഡിയേഷൻ ഏറ്റുമരിച്ച സയൻറ്റിസ്റ്റുകളുടെ കഥ ചാനലിൽ വീഡിയോ ആയിട്ട് ചെയ്തിരുന്നു. നന്ദാദേവി കുന്നുകളിൽ നഷ്ടപ്പെട്ടു പോയ പ്ലൂട്ടോണിയത്തിൻ്റെ കഥയും നമ്മൾ ചെയ്തിരുന്നു. ചെർണോബിൽ സംഭവം ചെയ്തിട്ടുണ്ട്. ഇങ്ങനെ പലതരത്തിലുള്ള കാര്യങ്ങളെയും നമ്മൾ ചാനലിൽ കൈകാര്യം ചെയ്തിട്ടുണ്ട്. അപ്പോൾ അതുപോലെ എടുത്തു പറയാൻ കഴിയുന്ന ഒരു സംഭവമാണ് നമ്മുടെ ലോകത്തിൻ്റെ പല രാജ്യങ്ങളുടെയും കയ്യിൽ ഇത്തരത്തിൽ റേഡിയേഷൻ അടങ്ങിയ പദാർത്ഥങ്ങളടങ്ങിയ ക്യാപ്സ്യൂളുകളുണ്ട്. മുമ്പ് ഗോഡ്സ്ബോറോ ഇൻസിഡൻറ്റ് എന്ന് പറഞ്ഞൊരു വീഡിയോ ചെയ്യുന്ന സമയത്ത് അമേരിക്കയുടെ B-52 വിമാനത്തിൽ സൂക്ഷിച്ചിരുന്ന വലിയ തെർമോന്യൂക്ലിയർ ബോംബുകൾ ഭൂമിയിൽ വന്ന് വീണത് B-52 വിമാനം തകർന്നതിൻ്റെ ഫലമായിട്ടാണ്. എന്നാൽ അത് പൊട്ടിത്തെറിച്ച് അവിടെയൊക്കെ റേഡിയേഷൻ ഒന്നും വീണില്ലെങ്കിലും അമേരിക്കയിലെ ഗോഡ്സ്ബോറോ എന്ന് പറയുന്ന പ്രദേശത്ത് ബോംബിൻ്റെ വലിയൊരു ഭാഗം ഇപ്പോഴും കണ്ടെത്തിയിട്ടില്ല. ഇതേ B-52 സ്പെയിനിലും ഗ്രീൻലാൻഡിലും തകർന്നു വീഴുകയും അവിടെയൊക്കെ തന്നെ റേഡിയേഷൻ വ്യാപിക്കുകയും ചെയ്ത ഇൻസിഡൻറ്റ് ഉണ്ടായിട്ടുണ്ട്.
മാത്രമല്ല അമേരിക്കയും സോവിയറ്റ് യൂണിയനും റേഡിയേഷൻ്റെ സഹായത്തോടുകൂടി പ്രവർത്തിക്കുന്ന സാറ്റലൈറ്റുകളെ ഈ കോൾഡ് വാറിൻ്റെ സമയത്ത് വിക്ഷേപിക്കുകയും അതിൽ അമേരിക്ക 2 മറ്റോ വിക്ഷേപിച്ചുള്ളൂ. സോവിയറ്റ് യൂണിയൻ 30-ലധികം എണ്ണം വിക്ഷേപിക്കുകയും അതിലൊന്ന് കാനഡയിൽ തകർന്നു വീണിട്ട് കാനഡ വലിയൊരു ഭാഗം റേഡിയേഷൻ കാരണം ജീവിക്കാൻ പറ്റാത്ത അവസ്ഥയൊക്കെ ഉണ്ടായിട്ടുണ്ട്. അതായത് മനുഷ്യൻ കുറച്ച് കാലമേ ആയിട്ടുള്ളൂ ഈ റേഡിയോ ആക്റ്റീവ് പദാർത്ഥങ്ങൾ കൃത്യമായിട്ട് ഹാൻഡിൽ ചെയ്യാൻ തുടങ്ങിയിട്ട്. പക്ഷേ ഇത്തരത്തിലുള്ള ദുരന്തങ്ങൾ ഉണ്ടാകുന്നത് സുരക്ഷിതമല്ലാത്ത രീതിയിൽ മനുഷ്യൻ ഇത് ഹാൻഡിൽ ചെയ്യുന്നത് കൊണ്ടുള്ള പ്രശ്നങ്ങളാണ്. സോ ഇത്തരത്തിൽ പല കാര്യങ്ങളും ചരിത്രത്തിൽ സംഭവിച്ചതായി നമുക്ക് കാണാൻ കഴിയും. എന്തായാലും ഇന്നത്തെ എപ്പിസോഡിൽ നിന്നും ക്രാമറ്റോസ്കോവിലെ ആ ഒരു ഇൻസിഡൻറ്റിനെ കുറിച്ചും അവിടെ ഉണ്ടായ മരണത്തെക്കുറിച്ചും അത് വളരെ ടെൻഷൻ അടുപ്പിക്കുന്ന അല്ലെങ്കിൽ നമ്മളെ ഭയപ്പെടുത്തുന്ന ഒരു സംഭവമാണ് എന്നതുമാണ് യാഥാർത്ഥ്യം. വീഡിയോയുടെ തുടക്കത്തിൽ പറഞ്ഞതുപോലെ തന്നെ ജീവിതം സാമ്പത്തികമായി സുരക്ഷിതമാക്കുന്നതിന് നമ്മളൊരു ടേം ഇൻഷുറൻസ് എടുത്ത് വെക്കണം. അത് ഏത് കമ്പനിയുടേത് വേണമെന്ന് നിങ്ങൾക്ക് തീരുമാനിക്കാം. പ്രവാസികൾക്കാണെങ്കിൽ 18% GST ഇളവുണ്ട്. അത്തരത്തിൽ 10% വരെ ഇളവോടുകൂടി 51 കമ്പനികൾ താരതമ്യപ്പെടുത്തി നിങ്ങൾക്ക് യോജിക്കുന്ന ഒരെണ്ണം തിരഞ്ഞെടുക്കാനുള്ള ലിങ്ക് ഞാൻ കമൻറ്റിലും ഡിസ്ക്രിപ്ഷനിലും കൊടുത്തിട്ടുണ്ടെന്ന് പറഞ്ഞല്ലോ. എന്തായാലും അത് ചെക്ക് ചെയ്യാൻ മറക്കരുത്. എന്തായാലും ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു എന്ന് പ്രതീക്ഷിക്കുന്നു. മറ്റൊരു എപ്പിസോഡിൽ വീണ്ടും കാണാം. അതുവരെ ബൈ.